ഇപ്പോൾ ഈ അലർജി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും അത് എപ്പോഴും എനിക്ക് ഒരു റിക്വസ്റ്റാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും ഒരു യങ് ഏജിൽ തന്നെ കുട്ടികളെങ്കിലും ഒരു അലർജൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് വെക്കണം. മേജറായിട്ടൊരു 8 സംഭവങ്ങളുടെ അലർജി ഉണ്ട് മെയിൻലി. അപ്പോൾ അത് സിവിയർ അലർജി ആണെങ്കിൽ മരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഞാനത് എൻ്റെ അനുഭവത്തിൽ കണ്ടില്ല, പക്ഷേ അതിനോ നമുക്കൊത്തിരി റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. UK പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ച്, ഇപ്പോൾ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര അവയർനെസ് ആണ്. ഓരോരുത്തരും ഒരു കാർഡ് വരെ കൊണ്ടുവരും. ഇപ്പോൾ ഒരു നട്ട് അലർജി ഉള്ള ആൾ, ഒരു ട്രൈസ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് സിവിയർ നട്ട് അലർജി ഉള്ള ഒരാൾ ആ കിച്ചണിൽ നട്ട് കട്ട് ചെയ്താൽ പോലും അയാൾക്ക് സിവിയർ ആവും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാർഡുമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ അലർജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീ ഫുഡ് നമ്മളിപ്പോൾ മെയിൻലി അപ്പോൾ ഈ അലർജി ഉണ്ട്, ഇൻടോളറൻസും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് പാലോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് അലർജി അല്ല ആക്ച്വലി. പക്ഷെ പാല് കഴിച്ചുകൊണ്ടോ പാലുൽപ്പന്നങ്ങൾ, ഇപ്പോൾ തൈരാണോ വെണ്ണയാണോ അല്ലെങ്കിൽ ഘീ അങ്ങനെയൊക്കെ ചീസൊക്കെ കഴിക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അത് ഒരുപാട് ഭൂമിയിൽ ഒരുപാട് പേർക്കുണ്ട്. ഞാൻ അത് വായിച്ചിട്ടുണ്ട് ചേട്ടാ. 70% ലോകത്തുള്ള ആൾക്കാർക്കും ലാക്ടോസ് ഇൻടോളറൻസ്. അത് പക്ഷേ നമ്മുടെ മലയാളികൾക്ക് എത്ര പേരുണ്ട്. പക്ഷേ ഇവരിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ വയറിനുള്ളിൽ പ്രശ്നമാണ്. ഇത് ആരുടെ പറയാണ്ട് അങ്ങ് സഹിക്കുകയാണ്. നേരെ മറിച്ച് നിങ്ങളൊരു അലർജൻ ടെസ്റ്റിൽ തിരിച്ചറിയുകയാണ് നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ പാല് കുടിക്കാൻ പാടില്ല. വളരെ സുഖകരമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് സുന്ദരമായിട്ട് പോകേണ്ട ആൾക്കാർ പാല് ചായയും കുടിച്ച് അറിയാണ്ട് തൈരും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി അല്ലെങ്കിൽ പായസമൊക്കെ കുടിച്ചിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അങ്ങ് സഹിക്കുവാണ് നമ്മൾ.